പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ കേരളം മുഴുവനും. ഈ അൽഫോൻസമ്മയെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിടയായിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസമ്മ ലിസി ഹോസ്പിറ്റലിൽ ഞാൻ സുഖമില്ലാതെ ഐസിയുവിൽ കിടന്നപ്പോൾ വിശുദ്ധ അൽഫോൻസമ്മ ചിരിക്കുന്ന മുഖവുമായി എൻ്റെ അടുത്തോടെ നടന്നുപോയി. ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കിടക്കുമ്പോൾ അൽഫോൻസമ്മ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്ന് ചിരിച്ചു നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വേദനിച്ച് എപ്പോൾ നിൽക്കുന്നെങ്കിലും ആ സമയത്ത് അൽഫോൻസമ്മ ആശ്വസ്തനായി വരുന്നതായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത്ര നല്ലൊരു മധ്യസ്ഥ നമ്മുടെ അരികിലുള്ളപ്പോൾ ഈ അമ്മയെ അറിയാതെയും കാണാതെയും കേൾക്കാതെയും പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമില്ലായ്മ. ദൈവം പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. അൽഫോൻസമ്മ ഈ ലോകത്തിലെ ജീവിതത്തിൽ പുത്രനായ യേശുവിനെ മഹത്വപ്പെടുത്തി പ്രസാദിപ്പിച്ച് ആ യേശുവിന് സാക്ഷിയായി എവിടെ ഏത് വേദനയിലും യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അധരമായിരുന്നു, ഒരു ജീവിതമായിരുന്നു വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതം. ഈ അൽഫോൻസമ്മ മരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ ഈ ഭൂമിയിൽ എന്താണോ അൽഫോൻസമ്മ ചെയ്തത്, അപ്രകാരം തന്നെ ദൈവം തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ അൽഫോൻസമ്മയെ ഏറ്റുപറയുന്ന ഈ ഭൂമിയിൽ അൽഫോൻസമ്മയെ ഏറ്റുപറയാൻ അനേകം നാവുകളെ ദൈവം ഉയർത്തി. എങ്ങനെയാണോ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്, അതുപോലെ അൽഫോൻസമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ജീവിച്ചിരുന്നപ്പോഴും ദൈവം ഈ വിശുദ്ധയെ മറ്റുള്ളവരുടെ അധരങ്ങളിലൂടെ ഇന്നും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് അൽഫോൻസമ്മ എന്ന് പറയുന്ന ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.